ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും ബംഗ്ലാദേശിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ ഒരു വലിയ കലാപം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ കലാപം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് കലാപം. ധാക്കയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ധാക്ക അടച്ചുപൂട്ടി എന്ന റിപ്പോർട്ടുകൾ വരുന്നു. രാജ്യമെമ്പാടും ആ കലാപം വ്യാപിച്ചിരിക്കുന്നു. വ്യാപകമായിട്ടുള്ള തീവെപ്പും കാര്യങ്ങളും നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ബംഗ്ലാദേശിൽ കലാപം നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ബംഗ്ലാദേശ് മാധ്യമമായിട്ടുള്ള ബ്ലിറ്റ്സിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള സലാഹുദ്ദീൻ ഷോയബ് ചൗധരി കഴിഞ്ഞ ദിവസം ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വെളിപ്പെടുത്തിയതല്ല, ആ കാര്യം ഓർമ്മിപ്പിച്ചതാണ്. അതായത് വാട്ട് ഹാപ്പൻ ടു 40 tons RDX that യൂനിസ് റെജീം ഇമ്പോർട്ടഡ് ഫ്രം പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് 40 ടൺ ഓളം RDX യൂനിസ് റെജീം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഈ RDX എവിടെ പോയി എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇനി ഈ RDX ആണോ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ബോംബ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായതിനു ശേഷമാണ് ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഷെയ്ഖ് ഹസീന ഇവിടെ ഇരുന്ന് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ അവിടെ തിരിച്ചു വരും. പോരാത്തതിന് അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ് അവിടെ ഈ കലാപത്തിന് ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ ഒരു തിരിച്ചു വരവിനുള്ള സമയമായോ? ഡൽഹി ബ്ലാസ്റ്റ് അതിനൊരു കാരണമാകുമോ? ഈ ബംഗ്ലാദേശിനെ ഇന്ത്യ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇന്ത്യ ഒരു പണ്ടത്തെ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ പരസ്യമായിരുന്നു. പക്ഷെ ഇപ്പോ ഇന്ത്യ ഏത് തരത്തിൽ രാജ്യങ്ങളെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായ ശേഷം 3 രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായി. തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഇപ്പോൾ ബംഗ്ലാദേശ് ആണെന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയി മാറുകയാണ് എന്നുള്ളൊരു ഒരു നെറേറ്റീവാണ് ഇതിലൂടെ പല ആൾക്കാരും മുന്നോട്ടേക്ക് വെക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത്? ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവിന് സമയമായോ? ഈ 40 ടൺ ഓഫ് RDX പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവന്ന ഈ RDX ആണോ ഇന്ത്യയിലേക്ക് എത്തിയത്? ബംഗ്ലാദേശിന്റെ വിഷയം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ നമ്മുടെ ആണെന്ന് തോന്നുന്നു. മറ്റു ചാനലുകളും ഉണ്ട്. അപ്പോ ഞാന് ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു ബംഗ്ലാദേശി യൂട്യൂബ് ചാനൽ കാണാനിടയാക്കി. അപ്പൊ അവരുടെ അതിനകത്ത് ഹെഡിങ് തന്നെ ഡോവലിന്റെ ആക്ഷനാണ്, അജിത് ഡോവലിന്റെ ആക്ഷനാണ് ബംഗ്ലാദേശിലെ ഇപ്പൊ അടങ്ങുന്ന വിഷയങ്ങൾക്ക് കാരണമെന്നാണ് ആ ചാനലിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് ഡോവലാണ് ഷെയ്ഖ് ഹസീന, ഷെയ്ഖ് ഹസീന അത് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ മുമ്പിവിടെ ചർച്ച ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ ഒരു ആത്മകഥ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നതാണ്. അള്ളാഹുൻ ബംഗ്ലാദേശ് എന്നോ അങ്ങനെ അതിന്റെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി, ആ പേര്, ആ ബുക്കിന്റെ. അപ്പൊ അതിൽ ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട്, എന്നെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാനിങ്ങനെ മരണത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, എന്റെ വീട് കൊട്ടാരം വളഞ്ഞിട്ട് കലാപകാരികൾ നിൽക്കുന്നു, എനിക്ക് മുമ്പിൽ ഇനി ഒന്നേ ഉള്ളൂ, ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോവുക. തനിക്ക് മരിക്കാൻ തന്നെയായിരുന്നു തന്റെ തീരുമാനം. കാരണം താൻ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു പോരാളിയുടെ മകൾ കൂടിയാണ്. തനിക്ക് വേറെ ഒരു ഓട്ടമില്ല. അപ്പോഴാണ് തനിക്ക് ദില്ലിയിൽ നിന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ കോളെത്തുന്നു. ആ ഫോൺ എത്തിയതിന് ശേഷം 30 മിനിറ്റിനുള്ളിൽ താൻ തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഹെലികോപ്റ്ററിലേക്ക് പറന്നു വരുന്നു. പക്ഷേ അവിടെ നിന്ന് പറന്നുയർന്ന് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് പറന്നുയരുന്നു. എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റുമെന്നാണ് കരുതിയത്. പക്ഷെ തങ്ങളുടെ സൈന്യത്തിന് പോലും അറിയില്ലായിരുന്നു ഇത് ഇന്ത്യൻ ബോർഡർ കടക്കുമോ ഇല്ലത്. കാരണം അവർ പെർമിഷൻ തരുമോ ഇല്ല. പക്ഷെ അപ്രതീക്ഷിതമായത് വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ എസ്കേപ്പ് ചെയ്ത് കഥ പറയുന്നുണ്ട്. അപ്പോൾ അവരത് പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പലവട്ടം ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതിനുശേഷം അവർ പറഞ്ഞു, എന്നെ വിളിച്ച എന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്റെ മകനെയും അതേ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. മകൻ US ലാണ്. മകനെയും വിളിച്ച് പറഞ്ഞു, അമ്മയോട് പറയണം എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടും, ബാക്കിയുള്ളതെല്ലാം നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പൊ മകൻ കൂടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സൊന്ന് മാറി. എനിക്ക് ആകെ ലഭിച്ചത് വെറും 30 നിമിഷമായിരുന്നു. ആ 30 നിമിഷത്തിന് ഉള്ളിൽ എന്നെ രക്ഷപ്പെടുത്തിയത് ആ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ആ ഉന്നത ഉദ്യോഗസ്ഥനെ എല്ലാവർക്കും അറിയാം, എന്റെ അടുത്ത സുഹൃത്തുമാണ് എന്ന് പറയുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാവുന്ന ഉന്നത ഉദ്യോഗസ്ഥനെ എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ അത് ഡോവൽ തന്നെയാണ്. അതിനകത്ത് അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഈ ചാരക്കണ്ണുകളിലെ ശൃംഖലകൾ പടർന്നു കിടന്നത് അജിത് ഡോവൽ മുൻപ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന
മേഖലകൾ എവിടെയൊക്കെ ആയിരുന്നു, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കപ്പെടുമ്പോഴാണ് ഈ കഥ അവര് പറയുന്ന ബംഗ്ലാദേശി ചാനലുകൾ പറയുന്ന വാർത്തയുടെ ഒരു ലോജിക്ക് ശരിയുമാണത്. അങ്ങനെ തന്നെയാണ് അവർ പോകുന്നത്. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 17 നാളെ ഒരു നിർണായക വിധി വരികയാണ് ബംഗ്ലാദേശിൽ. ഷേഖ് ഹസീനയ്ക്ക് എതിരെയുള്ളൊരു വിധിയാണ് വരുന്നത്. ആ വിധി വന്നിട്ട് ആ വിധി ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ ചെറുതല്ല. ആ വിധി വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ കലാപം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതാണ് കലാപത്തിന്റെ കാരണം. അതായത് ഈ അവാമി ലീഗിന്റെ ആളുകൾ അതിൽ നിൽക്കാൻ കാരണം നാളെ വരുന്ന ഈ വിധി ഷേഖ് ഹസീനെ തൂക്കിക്കൊല്ലാനാണ് വിധിയെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കും. കാരണം അങ്ങനെ ഒരു വിധി സമ്പാദിച്ചെടുക്കുക എന്നുള്ളതാണ് യൂനസ്. ഇത് പക്ഷെ അന്താരാഷ്ട്ര കോടതിയുടെ വിധിയാണ് വരുന്നത്. അതിലങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അത് കുറ്റവാളിയാണ്, ഇവരെ കൈമാറണം എന്ന് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടാകും. ഇന്ത്യക്ക് കൈമാറേണ്ടതായിട്ട് വരും. പക്ഷെ കൈമാറാതിരിക്കാനുള്ള വകുപ്പ് ഇന്ത്യക്കുണ്ട്. കാരണം രാഷ്ട്രീയ തടവാണ്, രാഷ്ട്രീയ അഭയം തേടി വന്നതാണ്. അപ്പൊ ആ വകുപ്പ് പറയാം, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും യൂനസിനെ സംബന്ധിച്ച് ഇവരുടെ വഴി അടയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വഴി അടയ്ക്കാൻ ഒരു നീക്കം ഒരു വിധിയുടെ രൂപത്തിൽ വന്നാൽ സ്വാഭാവികമായി തന്നെ അത് എന്നേക്കുമായി അവാമി ലീഗിന്റെ വഴിയായിരിക്കും അടയുന്നത്. ഇപ്പോൾ ഈ വാർത്തകളെല്ലാം വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഈ അഖണ്ഡ ഭാരതം ആയിരുന്നല്ലോ നമുക്ക് മുൻപ്. പിന്നീട് മതം പറഞ്ഞു പോയവരാണ് പാകിസ്ഥാൻകാര്. പാകിസ്ഥാൻ അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ, അതിനെ വിഭജിച്ച സമയത്ത് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്തിലൊക്കെ എനിക്ക് നെഹ്റുവിനോടും ഗാന്ധിജിയോടും ഒക്കെ വല്ലാത്ത ദേഷ്യമായിരുന്നു. കാരണം പാകിസ്ഥാനെ വെട്ടിമുറിച്ചു എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം അത് പോയില്ലായിരുന്നെങ്കിൽ ഈ തീവ്രവാദികൾ മുഴുവൻ നമ്മുടെ രാജ്യത്ത് തന്നെ കാണില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് അവരുടെ മേൽ ബ്രഹ്മോസ് ഇടുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നവുമില്ല കൊണ്ട് ബ്രഹ്മോസ് ഇടാൻ പറ്റും. നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഇടയിൽ തന്നെയാണ് ഇവന്മാരെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ. അതുകൊണ്ട് അവന്മാർ അന്ന് പോയത്. അതാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ഒരു വലിയ നേര് കൊണ്ട്, നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയുടെ ഭാഗ്യം കൊണ്ടാണ് ഈ ഇത്രയും പറയാതെ 10-30 കോടി തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തൊന്ന് പിരിഞ്ഞുപോയി വേറെ രാജ്യം വിട്ടത്. എന്തായാലും നന്നായി. കാരണം ഇനി നമുക്ക് വേറൊന്നും നോക്കണ്ടല്ലോ ബോംബ് വാരി ഇടുന്നതിന്. അതാണ് അതിന്റെ കാര്യം. പക്ഷെ അതിനുശേഷം നമ്മളുമായിട്ട് അകന്നു കഴിയുകയായിരുന്ന ഒരു വലിയ വിഭാഗമാണ് മുസ്ലിം വിഭാഗം. മുസ്ലിം വിഭാഗത്തിന് മോദി കയറിയതിനു ശേഷമല്ല നമ്മളോട് എതിർപ്പ് തുടങ്ങിയത്. അത് ചരിത്രം മനസ്സിലാക്കുന്നവർക്കും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ അപ്പൂപ്പനുണ്ടെങ്കിൽ, നമ്മുടെ അമ്മാവനുണ്ടെങ്കിൽ, കുറഞ്ഞത് ഒരു 60 വയസ്സുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും എന്ന് മുതലാണ് ഈ ചൊറിച്ചിൽ ഇവർക്ക് തുടങ്ങിയത്. ഇവന്മാരെന്തിനായിരുന്നു രാജ്യം ഡിവൈഡ് ചെയ്ത്? എന്തിനായിരുന്നു? മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം. അപ്പൊ അവന്മാർ എന്ന് മുതലാണ് ആവശ്യം ഉന്നയിച്ചത്? മുഹമ്മദ് അലി ജിന്നയൊക്കെ സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉന്നയിച്ച ആവശ്യമാണ്. ഇവരെന്തിനായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയത്? ഈ മുസ്ലിംസ് വിഭാഗം അവര് ഈ തുർക്കിയിലെ ഖലീഫയ്ക്ക് എതിരെ തിരിയുന്നു എന്നതുകൊണ്ടാണ് ബ്രിട്ടന്റെ കൂടെ അവർക്ക് നിൽക്കേണ്ടി വന്നത്. അതല്ലാതെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല, മതത്തിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊണ്ടത്. പിന്നീട് സ്വാതന്ത്ര്യം വന്നപ്പോൾ അവർക്ക് മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് മതത്തിന്റെ പേരിൽ അവർ പോവുകയും ചെയ്തു. അന്നു മുതൽ ഈ വിഷം കുത്തിവെച്ച് ഈ മുസ്ലിംസിന്റെ മനസ്സിൽ മുഴുവൻ ഇന്ത്യ കാഫറുകളുടെ രാജ്യമാണ്, ഇതിനെ തകർക്കണമെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. മുമ്പ് ഇന്ത്യയുടെ സംവിധാനം ഇങ്ങനെ അല്ലാതിരുന്നുകൊണ്ട് അവർക്ക് യഥേഷ്ടം അത് പ്രചരിപ്പിക്കാനും കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധം ഇന്ത്യക്കുണ്ടായിരുന്നു. അതെല്ലാം തകർത്തെറിഞ്ഞു. ഈ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ, ബംഗ്ലാദേശിന് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ബംഗ്ലാദേശിന് ഇന്ന് രാജ്യം പിറന്നു വീഴുന്നതിന് കാരണം തന്നെ ഇന്ത്യ ആയിരുന്നതുകൊണ്ട് ബംഗ്ലാദേശിന്റെ ജനം വലിയ രീതിയിൽ തന്നെ ഇന്ത്യക്കൊപ്പമായിരുന്നു. ഇന്ന് ബംഗ്ലാദേശ് അഭിമുഖീകരിക്കുന്നത് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശ് ഇന്ന് പ്രോ ഹിന്ദു ആണ്, അല്ലെങ്കിൽ പ്രോ ഹിന്ദുസ്ഥാനി. ഹിന്ദു എന്ന് ഞാൻ പറയുമ്പോൾ ഹിന്ദു മതമല്ല, ഇന്ത്യയോട് ചേരാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന ജനമാണ് ബംഗ്ലാദേശിലെ പകുതിയിലേറെ ആൾക്കാർ. പാകിസ്ഥാനിൽ അതില്ല. ഇന്നും ബംഗ്ലാദേശിൽ 18% ഹിന്ദുക്കൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. അവർ കൊല്ലുന്നുണ്ട്, പക്ഷെ അവിടെ 0.1% താഴെ മാത്രമേ ഉള്ളൂ. 20% അടുത്തുണ്ടായിരുന്ന ജനവിഭാഗമാണ് പാകിസ്ഥാനിൽ ഹിന്ദുസ്. ഇന്നില്ല. പക്ഷെ ബംഗ്ലാദേശിൽ അത് മാത്രമല്ല, അവിടെ പകുതിയേറെ പേര് ഇന്ത്യയുടെ അഭിമുഖ്യം പ്രകടിപ്പിക്കും. അവർ മുസ്ലിംസ് ആണ്. അവരുടെ മനസ്സിൽ തീവ്രവാദമല്ല ഉള്ളത്. അവർ പറയുന്നത് ഇന്ത്യക്കൊപ്പം നിൽക്കും, അവർ നമ്മളെ രക്ഷിക്കും എന്നൊരു ബോധം അവന്മാർക്കുണ്ട്. ബലൂചിസ്ഥാനിൽ നോക്കൂ, ആ വിഭാഗം ഇന്ത്യക്കൊപ്പമാണ്. അവരുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ്. നമ്മൾ കണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യ ഒരു ഭാഗത്തും തുടങ്ങി കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഞങ്ങൾ നിരത്തിക്കോളാം എന്ന് പരസ്യമായി പറഞ്ഞ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ലീഡേഴ്സിനെ അവരുടെ ട്വീറ്റുകൾ നമ്മൾ ധനുഷ് തന്നെയാണ് അത് വായിച്ചത് ആ രാത്രിയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ടതാണ്. ഖൈബർ പക്തൂൺ മേഖലയിൽ അവർ പറയുന്നത് എന്താണ്? ഞങ്ങള് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് അവർ ചിന്തിക്കുന്ന അവരുടെ പ്രസ്താവനകളും പോകുന്നത്. അഫ്ഗാനിസ്ഥാൻ, അതായത് തീവ്രവാദികൾ തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അവരുടെ നിലപാടുകളും അങ്ങനെയൊക്കെ ആണെങ്കിലും അവരും ഇപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയാണ്. അവരുടെ മാനസിക നില ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്.
അതായത് പണ്ടങ്ങോ പിരിഞ്ഞു പോയ ഒരു അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗങ്ങൾ മനസ്സുകൊണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ മുസ്ലിംസ് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ എങ്ങനെ അവിടുത്തെ ഒരു ജനത ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും? നമ്മൾ മുമ്പ് ഈ പാകിസ്ഥാന്റെ റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ജനം പറയാറുണ്ട് ഇന്ത്യ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ പാകിസ്ഥാനിൽ ഏറെക്കുറെയൊക്കെ ഇന്ത്യ വിരുദ്ധ മനസ്സുള്ളവരാണ്. പക്ഷെ ബംഗ്ലാദേശിൽ അത്രയും ഇല്ല. കാരണം ഈ യൂനസ് കയറിയതോടുകൂടിയാണ് ഈ തീവ്രവാദത്തിന് ഹോൾസെയിൽ കട തുടങ്ങിയത്. അതിനു മുമ്പ് ആ വിഷയങ്ങളില്ലായിരുന്നു. അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ യൂണിയനൊക്കെ നിരോധിക്കപ്പെട്ടിരുന്നു ഷേഖ് ഹസീനയുടെ കാലത്ത്. ഇപ്പോഴെന്താണ്, അതെല്ലാം അവരുടെ യൂണിയന് അനുവാദം കൊടുത്തു ഇവർ കയറിയപ്പോൾ. അപ്പം ഈ മെഡിക്കൽ സ്റ്റുഡൻസിന്റെയും അധ്യാപകരുടെയും യൂണിയനാണ് തീവ്രവാദ യൂണിയൻ. ഇപ്പൊ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ പഠിച്ച ഒരു ഡോക്ടറെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പിന്നെ ദില്ലി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുഴപ്പം, ഇനി ബംഗ്ലാദേശിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏതെങ്കിലും MBBS ഡോക്ടർ ഈ വടക്കേന്ത്യയിലൊക്കെ ധാരാളം പേരുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പം ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച. ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശിനെ ഒരു മെയിൻ പോയിന്റ് ആക്കി നിർത്തിക്കൊണ്ട് പാകിസ്ഥാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ പണവും ആയുധവും കൊടുത്തുകൊണ്ട്, കാരണം യൂനസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ഏകാധിപതിയായി ഇനിയും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ യൂനസിനെ നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ പടിഞ്ഞാറ് ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രിക്കുന്ന പാകിസ്ഥാനും കിഴക്ക് ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രിക്കുന്ന പാകിസ്ഥാൻ, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാജ്യം സ്ഥാപിക്കാനാണല്ലോ ഈ മൗദൂദികളുടെ നിരന്തരമായ ശ്രമം. അതിലേതാണ്ട് ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് അവശേഷിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമേ ഉള്ളൂ. അത് വിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കുമായിരിക്കാം, എനിക്കറിയില്ല. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഇത് ആദ്യമല്ല വരുന്നത്, നേരത്തെ തന്നെ വന്നിരിക്കുന്നതാണ്. ഈ 40 ടൺ സ്ഫോടക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കിലോ അല്ല, ചെറിയൊരു അളവല്ല അത്. അത്തരം സാധനങ്ങൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ദില്ലി ബ്ലാസ്റ്റുമായി വന്നിരിക്കുന്നു. അതിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ US-ലൊക്കെ ഈ അടുത്ത സമയത്ത് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ അതേ ഗ്രേഡിൽപ്പെടുന്ന സ്ഫോടക വസ്തുക്കളാണ്. അതായത് ഇതിന് ഡിറ്റനേറ്റ് ഈ വയറുകളോ ഇല്ലെങ്കിൽ സ്വിച്ചുകളോ ഒന്നും തന്നെ വേണ്ട, ചെറിയ ചൂട് തട്ടിയാൽ പോലും വലിയ സ്ഫോടനം ഉണ്ടാക്കാനായിട്ട് അതിന് കഴിയും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീനഗറിലെ ഒരു പോലീസ് സ്റ്റേഷൻ പൊട്ടി തെറിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ സംഭവമാണ് ഇതിലെന്ന്. അതായത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിച്ചു, പോലീസ് സ്റ്റേഷനിലല്ലേ ഇത് ഭയങ്കര സുരക്ഷിതമായി ചെയ്തുകൂടെ? ഇത്രയും നമുക്കറിയാം, നമ്മുടെയൊക്കെ പോലീസ് സ്റ്റേഷന്റെ ഒക്കെ ഒരു അവസ്ഥ നമുക്കറിയാം. അവിടെ ഒരു ഇത്രയും വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ നിന്ന് നിൽക്കുമ്പോൾ ചെറിയ ചൂടുണ്ടെങ്കിൽ പോലും, ഒരുപക്ഷെ ഒരു ടോർച്ചിന്റെ വെട്ടം ഉണ്ടെങ്കിൽ പോലും ഇത് സ്ഫോടനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതായത് അത്രത്തോളം രീതിയിൽ ഇത് വരുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നാണ് വരേണ്ടത്. ഇവിടെയാണ് ധനുഷ് പറഞ്ഞ ഈ ബംഗ്ലാദേശിൽ വന്ന സ്ഫോടക വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് കടത്തിയോ എന്നുള്ള ചിന്ത. ഈ ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം ഏതായാലും 6:55 ദില്ലിയിൽ സ്ഫോടനം നടക്കുന്നത് വൈകുന്നേരം. അന്ന് നേരം പുലർന്ന് 3:15 ബംഗ്ലാദേശിലുടനീളം നടന്നത് 11 സ്ഫോടനങ്ങളാണ്. അതിൽ യൂനസിന്റെ ഗ്രാമീണ ബാങ്ക് ധാക്കയിലുള്ള അതടക്കം അടിച്ചു കളഞ്ഞു. അത് സാധാരണ അജ്ഞാതരായ രണ്ടുപേർ ബോംബെറിയുകയായിരുന്നു എന്ന് പറയുന്നു. അതിനെ കുറിച്ച് അറിയില്ല, ബംഗ്ലാദേശ് മാധ്യമങ്ങൾ അതിന്റെ വാർത്തകളും കൂടുതലായി കൊടുക്കുന്നില്ല. ഇതിന്റെ സമയമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞു അന്നേ ദിവസം ഉച്ചയ്ക്ക് 12:10 ഇസ്ലാമാബാദിലെ കോടതിക്ക് മുമ്പിൽ ഒരു കാറ് പൊട്ടിത്തെറിക്കുന്നു. ഇവിടെ ദില്ലിയിൽ പിടഞ്ഞു വീണ് മരിച്ച ആ 13 പേർക്ക് ഈക്വലായിട്ട് 13 പേർ ഇസ്ലാമാബാദിൽ കൊല്ലപ്പെടുന്നു. അന്ന് വൈകുന്നേരം എത്തുന്ന വാർത്ത, അന്തർദേശീയ തലത്തിൽ എത്തുന്ന വാർത്ത വൈകുന്നേരം 6-6:30 കൂടിയുള്ള സമയമാണ് അതിൽ അവർ രേഖപ്പെടുത്തുന്നത്. ആ സമയത്ത് തുർക്കിയുടെ 20 പട്ടാളക്കാരുമായി പോയ അസർബൈജാനിലേക്ക് പോയ ഒരു വിമാനം അതിർത്തി തകർന്നു വീഴുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും സാദൃശ്യവുമുണ്ടോ എന്ന് ചോദിച്ചാൽ യാദൃശ്ചികമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതുവരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ ഇവിടെയാണ് ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അത് അംഗീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പതുക്കെ തന്നെ. കാരണം മുൻപ് നമ്മൾ ഇത്തരത്തിലൊരു ചുവട് വെക്കില്ലായിരുന്നു. ഇന്ന് നമ്മളത് നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല. അതായത് നിഷേധിക്കുന്നുമില്ല, യെസ് പറയുന്നുമില്ല, നോയും പറയുന്നില്ല. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷണവും. അതായത് നിങ്ങളാണോ? അറിയില്ല, അതുപോലെ ഞങ്ങൾക്ക് ബന്ധമില്ല. നിങ്ങളല്ലേ? അതും അറിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വളരുകയാണ് എന്ന് തന്നെ പറയാം. ഇത് എല്ലാ മേഖലകളിലും വളരുന്നു. കാരണം ഇന്ന് ഇന്ത്യക്കൊപ്പം ഇന്നലെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഇന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്, ദക്ഷിണാഫ്രിക്കയിലേക്ക് ട്രംപ് വരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞത് ട്രംപില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മോദി മസ്റ്റായിട്ടും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് നമ്മൾ ഹെഡിങ്ങും അങ്ങനെ കൊടുത്തിട്ട് ലംബില്ലെങ്കിൽ വേണ്ട, മോദി മതി എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പം ഇത് വളർന്നു വരുന്ന മറ്റൊരു, കാരണം ചൈനയും മറ്റുമൊക്കെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ പണി നേരത്തെ തന്നെ എടുക്കുന്നുണ്ട്, റഷ്യ നേരത്തെ തന്നെ എടുക്കുന്നുണ്ട്. ആ ഒരു കണത്തിലേക്ക് ഇന്ത്യ കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒരു ഇത്. അപ്പം ഡീപ് സ്റ്റേറ്റ് ആയി മാറും ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ഈ സ്ഫോടനത്തിന് പിന്നിൽ വലിയ ബന്ധമുണ്ട്. കാരണം ബംഗ്ലാദേശ് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് അവിടെ പഠിച്ചിറങ്ങിയ ചില ഡോക്ടേഴ്സിനെ ഇതിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിലെ യൂണിവേഴ്സിറ്റികൾ, അത് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിസിൻ പഠിക്കുന്ന കോളേജുകളും ഒക്കെ ഇത്തരം യൂണിറ്റുകൾ അവിടെയുണ്ട്. എന്തിന് നമ്മുടെ കേരളത്തിൽ മുമ്പ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഡോക്ടർമാർക്ക് വേണ്ടി പ്രത്യേക യൂണിയൻ ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇവർക്ക് വേണ്ടി യൂണിയൻ അല്ല പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചു, ഇതെന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഗ്രൂപ്പ്, എല്ലാ ഡോക്ടർമാരും ഒരുപോലെ അല്ലേ എന്ന് ചോദിച്ചു. അത് അന്ന് വലിയ വിവാദമായത്, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ദില്ലി സ്ഫോടനം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ, എന്തെങ്കിലും തിരിച്ചടിക്കുന്നുണ്ടോ? ഇപ്പോഴുടനെ തിരിച്ചടിക്കാൻ സാധ്യതകൾ ഒന്നും കാണുന്നില്ല. കാരണം ഇതിന്റെ ഒരു വലിയ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക രാജ്യം മുഴുവൻ. 1700 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ ചിലരെയൊക്കെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു. ഇന്നലെ ഈ അൽഫല കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ കൊണ്ടുപോകാൻ രക്ഷകർത്താക്കൾ വന്നു. അവിടുത്തെ ഹോസ്റ്റലിലൊക്കെ ഉള്ള വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് രക്ഷകർത്താക്കൾ വീട്ടിൽ പോയി. കാരണം അവർ ഭയന്നു തുടങ്ങി. കാരണം ഈ പിള്ളേരെ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് പെട്ടുപോകുന്നുള്ള പേടി. 8 അധ്യാപകർ ഇന്നലെ അവിടെ രാജിവെച്ചിട്ടുണ്ട്. അപ്പം രാജ്യവ്യാപകമായ റെയ്ഡാണ് നടക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഇപ്പോൾ കരുതുന്നത് ഇത് കേവലം 3-4 പേരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയല്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ കൊടുത്ത നിർദ്ദേശം, ഇത് ഇന്ത്യ മുഴുവൻ ഒരു ചെയിനായിരുന്നു. കൃത്യമായി തന്നെ ഇവർ കരുതിയിരുന്നു. പലയിടത്തും ഇപ്പോൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റുമൊക്കെ പലരും ഇട്ടിരുന്നു, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വലിയ പണി നടക്കും, വലിയ തിരിച്ചടി മോദിക്ക് കിട്ടും എന്നുള്ളത്. ശരിക്കും ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ്, അതിന് ഇവർ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ഇവരുടെ ആംഗിൾ ഇതൊന്നും അല്ലായിരുന്നു. അതായത് നേപ്പാളിലും മറ്റും ഉണ്ടായതുപോലെ ജെൻസി കണക്കൊരു കലാപം ഉണ്ടാകുകയും ആ കലാപത്തിന്റെ മറവിൽ വലിയ സ്ഫോടനം കൂടി വരുമ്പോൾ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും എന്ന് കരുതി. പക്ഷെ എന്തു പറ്റി? കണക്കൂടുകളെല്ലാം തെറ്റി കഴിഞ്ഞപ്പോഴേക്കും ഈ സാധനങ്ങൾക്ക് നിക്കക്കള്ളി, കാരണം പിടിക്കാൻ തുടങ്ങി, ഇത് എവിടെയൊക്കെ ഇരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങി, അവരെ പിടിക്കാൻ തുടങ്ങി ഈ സാധനങ്ങൾ. അപ്പോൾ അപ്പോൾ എന്ത് പറ്റി? രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടയിലാണ് ഇതിപ്പോൾ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം അതാണ് ഇവരെല്ലാം കുറച്ച് നാളായിട്ട് ഇവരെല്ലാം ഇവരുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായി, ഇവരെല്ലാം വാൺ ചെയ്യും. അധികം വൈകാതെ മോദിക്ക് പണി കിട്ടും, ഇവിടെ കലാപം നടക്കും. ഇവർ പല പണിയും നോക്കി. അതായത് ഹിന്ദുക്കൾക്കിടയിൽ ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കി, പഴയ സാധനം സവർണൻ അവർണൻ, ആ കഥയൊന്നും ഇപ്പം ഒരാൾ മൈൻഡ് ചെയ്യാതെ വന്നു. അങ്ങനെ ഒരുപാട് കുത്തിത്തിരിപ്പിന് ശ്രമിച്ചു. അപ്പം ഇതിനകത്ത് കുറെ രാഷ്ട്രീയ പാർട്ടികളും പെട്ടുപോയി. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോഴിത് വന്നത്. ഇപ്പൊ അതുകൊണ്ട് രാജ്യവ്യാപകമായി തന്നെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പേരെ പിടിക്കുന്നു. അപ്പൊ ഇതിന്റെ അടിവേര് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുള്ളൂ.